ഹലോ ഹലോ, ഇതെന്തായത് സാറേ? ഏ ഞാൻ ഈ ആശുപത്രി വാസമായ പിന്നെ ആകെ കാട് കയറിയിട്ടുണ്ട്. അപ്പൊ വീട്ടുകാരൊക്കെ അവിടെ? അല്ല, അവരാടി ഉണ്ട് ഇപ്പൊ. ആ, എന്നാലും ഇതിങ്ങനെ കാണാൻ പറ്റുന്നില്ല, വൃത്തികേടായി. അല്ല ഇതൊക്കെ ഒന്ന് അവര് ഏൽപ്പിച്ചാ പോരെ. നീ എന്റെ പുണ്ണി ആകെ ശരീരമൊക്കെ വേറെ നീ അസുഖം കൂട്ടാൻ നിൽക്കണ്ട നീ കേട്ടാ. ഇതെല്ലാം പിന്നെ ആര് വൃത്തിയാക്കണ്ട് സാറേ? വാ, വീട്ടിൽ കയറി ഇരിക്കാവാ. ഏയ് വേണ്ട, അതേ പോണം. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ആ PSC ഓഫീസിൽ പോണ്ടേ? പോണം. എന്താ പോവാത്തത്? ഞാൻ നാളെ പോവാ സാറേ. ഒരു കാര്യം ചെയ്യ്, ഞാനും കൂടെ വരാം. വേണ്ട സാറേ, എൻ്റെ കാര്യത്തിന് വേണ്ടി എത്ര ലീവ് എടുത്ത് സാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി വേണ്ട. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലടോ. അതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. നാളെ ഞാൻ വണ്ടിയായിട്ട് വരാം. അപ്പൊ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാം. റെഡി ആയിട്ട് ഇവിടെ നിന്നാ മതി കേട്ടാ. അതെന്താ പ്രശ്നം അറിയാം ജാനകടുത്തിയെ? നിങ്ങൾ ആ വിഷയം എന്നോട് പറഞ്ഞില്ല. വാർഡ് മെമ്പറായ എന്നോടാണ് നിങ്ങൾ ആ വിഷയം പറയേണ്ടത്. അത് പറയാണ്ട് നിങ്ങൾ അവിടെ ഇവിടെ പോയി പറഞ്ഞോണ്ടാണ്. അതാണല്ലോ പ്രശ്നമായതിപ്പോ. അല്ലെങ്കിൽ ഇപ്പൊ നാളെ മറ്റന്നാൾ പേപ്പർ നിങ്ങളെ കൈമിലെത്തിയില്ലേനോ? ഇന്നിപ്പോ വിഷയം ഞാൻ അറിഞ്ഞിക്കട്ടെ, ഞാൻ ഡീൽ ചെയ്തോളാം കേട്ടോ. ശരി, നിങ്ങൾ വെച്ചോളി. ഞാൻ ഇവിടെ നമ്മളെ ഉണ്ണീൻ്റെ വീട്ടിലൊന്നും വന്നിക്ക. ഓന്റെ സാറേ, മെമ്പറൊന്നും ആവണ്ടില്ല എന്ന് തോന്നിപ്പോവുക. അതെല്ലാരും പറയുന്നുണ്ട്. എന്ത്? അല്ല, ഈ മെമ്പർ ആയാലുള്ള ബുദ്ധിമുട്ടേ. അതാ ഞാൻ പറഞ്ഞത്. ഇത് രാവിലെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും കിടക്കേന്ന്. അതെ അതെ, ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ടുപിടിക്കണ്ടില്ല എന്ന് തോന്നി പോവുക. അപ്പോ എല്ലാരും കാര്യം നിറവേറ്റി കൊടുക്കാൻ നാട്ടിലൊരു മെമ്പർ കുടിക്കില്ലേ? അപ്പൊ ഉണ്ണിയെ നാളെ രാവിലെ 8:30 മണിക്ക് നല്ലൊരു കുപ്പായൊക്കെ ഇട്ട് നിൽക്കണം. ഞാനും സുബ്രഹ്മണ്യനും കൂടി വരുമ്പോ പോണം. എങ്ങോട്ട്? എങ്ങോട്ടെന്നോ? എന്താ അത്തുപുത്തോയി എനിക്ക്? എടാ, PSC ഓഫീസിൽ പോണ്ട, പേപ്പർ ശരിയാക്കണ്ടേ? PSC ഓഫീസിൽ പ്രശ്നമില്ല. അതിനിപ്പോ മെമ്പർ വേണമെന്നില്ല. അത് ഞാനും ഉണ്ണിയും കൂടെ പൊക്കോളാം. സാർ ശരിയാക്കാന്ന് പറഞ്ഞു. ഉണ്ണി, ഈ വിഷയത്തില് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ അറിയോ? എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് ഈ പഞ്ചായത്തിലെ മെമ്പറായ എന്നോട് പറയേണ്ടി. എനിക്ക് അത് വേറെ പാർട്ടിക്കാരോട് പോയി പറയേണ്ട കാര്യമില്ലേ? അല്ല മെമ്പറേ, ഈ കാര്യത്തിന് വേണ്ടി മെമ്പർ വീട്ടിലേക്ക് കുറേ തവണ വന്നു. അപ്പൊ മെമ്പർ തിരിഞ്ഞു നോക്കാത്തോണ്ട് ഞാൻ വേറെ ആരോട് പറഞ്ഞു. അല്ല, നോക്കാത്തെന്ന് പറയരുത്. കാരണം തിരക്ക് നിങ്ങൾക്ക് അറിയാലോ. ഒരു മെമ്പർ എത്ര ആൾക്കാരെ കാര്യം നോക്കണ്. അതിന്റെ കൂട്ടത്തിൽ എന്റെ കാര്യം ഒന്ന് സ്ലിപ്പായി പോയതാണ്. അല്ല, ഞാൻ അങ്ങനെ സ്ലിപ്പായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞു ഉണ്ണിയുടെ അടുത്ത്, ഉണ്ണി നമുക്ക് രണ്ടാളും കൂടെ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈദ്യുത മെമ്പറെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞു നിൽക്കരുത്. ഇപ്പൊ ബുദ്ധിമുട്ടല്ലല്ലോ. നമ്മളിപ്പോ ഇത് ഓന്റെ കാര്യം നമ്മൾ നോക്കണ്ടേ? നമ്മളെ പഞ്ചായത്തിലൊരാളല്ലേ. പിന്നെ അതുമല്ല, ഇപ്പൊ ഗവൺമെന്റ് ഓഫീസിലെ കാര്യമൊക്കെ ഞാൻ പറയേണ്ട തന്നെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതറിയാലോ, അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇങ്ങൾക്ക് അറിയണ കാര്യമല്ല. അപ്പൊ നമ്മൾ MLA ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഓന്റെ കൈമിൽ നാളെ പേപ്പർ ഇട്ടു അല്ലേ? ശരിയല്ലേ? അപ്പൊ നാളെ ഈ ഒരു 8:30 മണിയാകുമ്പോ നല്ലൊരു കുപ്പായൊക്കെ ഇട്ടിട്ട് നിൽക്ക് കേട്ടോ. ഞാൻ വരും. ചായ കുടിച്ചിട്ട് ചായ ഒന്നും വേണ്ട. ഇത് ഭയങ്കര സീനുണ്ട് എന്നെ മൊത്തം. നന്നായി ഭക്ഷണം കഴിക്കി. ഷൂക്കോടെ വന്ന പിന്നെ വല്ലാണ്ട് പണിയൊന്നും എടുക്കണ്ട. പണിയൊന്നും ഇജ്ജി എടുക്കേണ്ട പണിയല്ല കേട്ടോ. ഒക്കെ ആരും കൊണ്ട് കടുപ്പിക്കാം നമുക്ക്. അപ്പൊ അതാ കണ്ടോ, അടുത്ത് വന്ന്. ഞാൻ പറഞ്ഞു ഒരു സൗകര്യം ഇല്ല അതിന്. ഇത് നമ്മളെ ഗണേശനാ. ഗണേശാ, പറ നമ്മളെ ഉണ്ണീൻ്റെ അടുത്ത്. മറന്നതല്ല, തിരക്കിനിടയിൽ ഒന്ന് സ്ലിപ്പായി പോയതാ. ഞാൻ പോട്ടെ, പറഞ്ഞ മതി കേട്ടോ. ഞാൻ നാളെ ഡീൽ ചെയ്യാം. അതെ, എന്നാ ഞാൻ നിൽക്കല്ലേ, പോട്ടെ കേട്ടാ. അപ്പൊ അങ്ങനെ. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്തേക്ക് ഇനി ഒരുപാട് ആളുകൾ ഇങ്ങനെ നുഴഞ്ഞു കയറി വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാർ. ഒരാളെ അടുപ്പിക്കണ്ട. ഇത് നമ്മൾ രണ്ടുപേരും പോയി ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ കേട്ടാ. ധൈര്യമായിട്ടിരിക്കും. ഞാൻ അങ്ങോട്ടാലോ. അപ്പൊ നാളെ വരാം. ഹലോ, മൊയ്തുവാണ്. അതെ, മെമ്പർ മൊയ്തുവാണ്. പറഞ്ഞോളി, ആരാണ്? ഗണേശനാ. എന്താ മോനെ? ഞാൻ ഇപ്പൊ നാട്ടിലില്ലേ. ഞാൻ ഇവിടെ മറ്റേ ഈ ഓഫീസില്ലേ, എന്തിനാ പറയാ, ഈ കുട്ടികൾ പരീക്ഷ എഴുതും, പിറ്റേന്ന് പരീക്ഷ പേപ്പർ ചോർന്നു പോവും. PSC ഓഫീസിന് മുന്നിൽ നിൽക്കുക. ഇവിടെ ഒരാളെ കാണാണ്ട് അതിന് വേണ്ടി വന്നാ. എന്താ വിഷയം? അത് പിന്നെ ആയിഷത്താത്തക്ക് കഴിഞ്ഞ പദ്ധതിയിൽ ഞാൻ നല്ലൊരു എരുമക്കുട്ടീനെ കൊടുത്താ. പക്ഷെ ഇപ്പൊ പദ്ധതിയിൽ ഇല്ല. അതിനിപ്പോ ഓളെ പിയ്യാപ്പിള കച്ചറുണ്ടാക്കും, അത് ഉറപ്പാ. അല്ല, അങ്ങനെ ഒരു പ്രോബ്ലം വന്നാല് ഞാൻ പിയ്യാപ്പിളക്ക് ഒരു പോത്തിന് കൊടുക്കും. എന്നിട്ട് അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്താളും. അല്ലാണ്ട് വേറെ രക്ഷയില്ലേ അതിനകത്ത്. വേറെന്താ വിഷയം? എന്നാ ഈ വെച്ചോ. അവിടെ ആരോ വന്നിട്ടില്ല. ഞാൻ ഓഫീസ് അടച്ചിട്ടിട്ടാണ് ഇവിടെ നിന്ന് എരുമയും പോത്തും വെക്കണത്. ഫോണിൽ കൂടെ സംസാരിക്കല്ലേ? ആരാണ് ഇയാള്? ഞാൻ മെമ്പർ. എവിടുത്തെ മെമ്പർ? ഇവിടുത്തെ വാർഡ് മെമ്പർ മൊയ്തു. ശരി, എന്തിനു വന്നാണ്?
ഞാൻ ഇവിടെ ഒരു ആളെ കാണാണ്ട്, ഓഫീസറൊന്നും കാണാണ്ട്. കാര്യം എന്താണെന്ന്? കാര്യം ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് അവിടെ പറഞ്ഞോളാ. അവിടെ വരണയൊക്കെ കൊള്ളാതെ ഓഫ് ചെയ്തിട്ടേക്കണം കേട്ടാ. ആരും ഉപയോഗിക്കാത്ത സാധനം അപ്പൊ ഇതാരും ഉപയോഗിക്കാത്ത സാധനം. ഇവിടെ അങ്ങനെ പുറത്തോട്ട് മാറി നിന്നിട്ട് ഉപയോഗിക്കണം. വാതിലടച്ചിട്ട് നിന്നിട്ടാണ് അത്. എത്ര മുട്ടി ഞാനവിടെ തുറന്നില്ല, നിങ്ങൾ പോയിക്കോളി. വീട്ടിൽ നിന്ന് ഭാര്യനായിട്ട് കച്ചണ്ടാക്കി വരാൻ തോന്നുന്നു. അവന്റെ സ്വഭാവം ശരിയില്ല. വരുന്ന സമയം കണ്ടോ, 10 മണി കഴിഞ്ഞിരിക്കണേ. ഇങ്ങനൊക്കെ ഉണ്ടാക്കിയാണ്. ഇതെന്താ ഇവിടെ വരുന്ന ഒക്കെ ഇങ്ങനത്തെയാണല്ലോ. ഒന്നിനൊരു മനുഷ്യ പറ്റില്ലാണ്ട്. എവിടെ എത്തി? ഞാൻ അവിടെ നിൽക്കുകയാണ്. ആ ശരി. നല്ല തിരക്കുള്ള ഓഫീസാണ് തോന്നുന്നു. ഇതെന്താ ഇവിടെ വരുന്ന ഒക്കെ ഇങ്ങനത്തെയാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, ഇന്നിങ്ങോട്ട് വരണ്ട. ഇന്ന് ആവശ്യത്തിനുള്ള ജീവനക്കാർ ഇവിടെ ഇല്ല. PSC പരീക്ഷ നടക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുക കേട്ടോ. ശരി ശരി, അങ്ങനെ ആവട്ടെ. ഓക്കെ. എന്താ വന്നേ? സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ തേവലക്കര പഞ്ചായത്തിലെ ഒരു ജീവനക്കാരനാണ്. അവിടുത്തെ സെക്രട്ടറിയാണ്. ഞാൻ എന്താ വന്നതെന്ന് വെച്ചാല്, നമ്മുടെ ഓഫീസില് ഉണ്ണി എന്ന് പറയുന്ന ഒരാൾക്ക് ഡ്രൈവറായിട്ട് നിയമനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, അദ്ദേഹത്തിന് ക്യാൻസർ ആണ്. ഇപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാം. അയ്യോ സാറേ, സാമ്പത്തിക സഹായത്തിനൊന്നും വേണ്ടി വന്നതല്ല. ഇയാളിപ്പോ ജോലിയിൽ കയറിയിട്ട് 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സർവീസ് ഒന്ന് റെഗുലറൈസ് ചെയ്യണം. പിന്നെ സർവീസിൽ ഇരിക്കുക ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയാല്, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ. ഇനിയിപ്പോ ഭാര്യയ്ക്ക് ജോലി കിട്ടണമെങ്കിലും ഈ പോസ്റ്റ് ഒന്ന് അപ്രൂവൽ ചെയ്ത് കിട്ടണമല്ലോ. ഈ DDP-യിൽ നിന്നുള്ള അപ്രൂവലൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉവ്വ് സാറേ, എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വലിയ കഷ്ടമാണ് സാറേ അദ്ദേഹത്തിന്റെ കാര്യം. ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുള്ള ഒരു വീട്, പിന്നെ 2 പെൺകുട്ടികള്. ഭയങ്കര കഷ്ടപ്പാടാണ്. വേറെ ആരും സഹായത്തിനും ഇല്ല. ഞാൻ തന്നെ ഇപ്പൊ പേഴ്സണലായിട്ട് ലീവ് എടുത്തിട്ടാണ് ഇപ്പൊ ഇതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ ഇത് ശരിയായി കിട്ടിയിട്ട് വേണം എനിക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകാൻ. കാരണം 1.5-2 സെന്റോളം ഭൂമി ഉണ്ട് പുള്ളിയുടെ പേരില്. അതൊന്ന് വൈഫിന്റെ പേരിലേക്ക് മാറ്റണം. പേരെന്താ പറഞ്ഞത്? എന്റെ പേര് സത്യശീലൻ. മേരിക്കുട്ടിന്റെ വിഷയല്ലേ? ആ മേരിക്കുട്ടിന്റെ വിഷയം എന്നോട് സുബ്രഹ്മണ്യം പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാല്, ഓള് പ്രാവശ്യം താറാവിനാണ് അപ്ലൈ ചെയ്ത്. പക്ഷെ പ്രാവശ്യം പദ്ധതിയിൽ വന്ന് കൊയ്യാ. അപ്പൊ എന്താക്കൂ? ഓക്കെ, അതിനുള്ള ഇതില്ല, ഭാഗ്യമില്ലാണ്ടേ പോയി. അതാണ്. അത് ഈ വിട്ടേക്ക്. അത് ഞാൻ പറഞ്ഞോളാം ഓരോ കുടുംബത്തോട്. ഹലോ എന്താ? ഒരു നരച്ച മുടി. എന്താ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? അല്ല, ആ കാര്യം സംസാരിക്കുന്നതിനാണല്ലോ ഞാനും വന്നത്. എന്ത് കാര്യം? ഉണ്ണിരാജിന്റെ കാര്യല്ലേ? എന്താണ്? ഉണ്ണിരാജിന്റെ കാര്യല്ലേ? അത് മനസ്സിലായി. നിങ്ങളിപ്പോ തൽക്കാലം പുറത്തേക്ക്. അല്ല, അത് പെട്ടെന്ന് ശരിയായി കൊടുക്കണേ. കാരണം മൂപ്പർക്ക് അത്രയും വയ്യാണ്ട് കിടക്കാണ് ആളെ. സുഹൃത്തെ, നിങ്ങളുടെ പേരെന്താ? എന്റെ ഒരു മൊയ്തു. മൊയ്തു പുറത്തേക്ക്. ഞാനൊരു വാർഡ് മെമ്പറാണ്. അതാണ് നിങ്ങള്. അതെ, മനസ്സിലായി. ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ? നിങ്ങൾ പുറത്തേക്കല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നുള്ള അഹങ്കാരം ഈ വിഷയത്തിൽ നിങ്ങൾ കാണിക്കണ്ട. പുറത്തേക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോ. പുറത്തേക്ക്. നിങ്ങളെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത കഴുതകൾ? ഇയാളുടെ ഒരു ബിഹേവിയർ സ്റ്റൈല് നോക്കിയേ. രാവിലെ തൊട്ട് വന്ന് നിൽക്കാണ് സാറേ. ആ വാതിലിന് വട്ടം നിൽക്കാണ്. ഏത് പാർട്ടി തെരഞ്ഞെടുത്തുന്ന അഭിനയൊക്കെ ചുമ്മാ അങ്ങോട്ട് കയറി ഫോണും വിളിച്ച് അങ്ങോട്ട് വന്ന് ചന്തയിൽ കയറി വരുന്നവരാണ്ട് കയറി വരിക. ഒരേ കഴുതകള്. ഇത് താങ്കൾ പറഞ്ഞ ഉണ്ണിരാജിന്റെ കാര്യമാണോ ഇപ്പൊ അയാൾ പറഞ്ഞത്? അതെ സാറേ. എന്റെ പൊന്ന് സാറന്മാരെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഈ വക കഴുതകളെ കൂടെ കൂട്ടുന്നത്? സാറേ, ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. ഇതിപ്പോ ഉണ്ണിരാജ് അസുഖക്കാരനാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ രാഷ്ട്രീയക്കാരും മുഴുവൻ ഇയാളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്, അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാ വല്ലതും നടക്കുവോ? ഒന്നിട്ട് നടക്കൂല. അതെ, ശരിയായി കൊടുത്താൽ പറയാനുള്ള പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞു. ശരി, നമ്മൾ നിങ്ങളെ കൂടെ വന്നാണ്. നമ്മൾ ഔട്ടായി. നിങ്ങളത് പറഞ്ഞത് ശരിയായി കൊടുത്താൽ നിങ്ങൾ പുറത്തേക്ക്. നമ്മളെ നാട്ടിലൊരാളെ കാര്യം. അതുകൊണ്ട് ശരി നിങ്ങൾ പുറത്തേക്ക്. ശരി.
അയാളെ കാണുമ്പോ കലി കയറുന്ന എനിക്ക്. സാറേ സാറിപ്പോ 2 മിനിറ്റ് അയാളെ സഹിച്ചതല്ലേ ഉള്ളൂ. ഞാനിതാ വർഷങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ. ഛേ, ഇത് കഷ്ടം ആലോചിച്ചു. റെഡിയായിട്ടുണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ സാർ. അപ്പൊ എനിക്ക് അപ്പൊ കാര്യങ്ങൾ വേഗം നടക്കട്ടെ. അപ്പൊ ഞാൻ മറ്റേ രജിസ്റ്റർ ഓഫീസിൽ പോകണം. ഓ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. അപ്പൊ വലിയ ഉപകാരം സാറേ. ഓ ആയിക്കോട്ടെ. എന്തോ ഹലോ, അതെ സബ് രജിസ്ട്രാറാണ്. നിങ്ങൾ എന്താ കാര്യം എന്ന് പറ. ബിന്ദു മനോജോ? ഇത് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ആരോട് സംസാരിക്കണേന്ന് അറിയാമോ? ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. പിന്നെ ഞാനെന്നാ അങ്ങോട്ട് പറ. മന്മത ഇങ്ങോട്ട് പാടും. കഴിഞ്ഞ ദിവസം ഇവിടെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വന്ന ബിന്ദു മനോജിനെ ഓർമ്മയുണ്ടോ? ഏത് ബിന്ദു? ഏത് മനോജ് മാഡം? ഓർമ്മയില്ലേ? അവര് കൊണ്ടുവന്ന ലഡു ഒക്കെ തിന്നണുണ്ടല്ലോ. മറ്റേ ചുമന്ന ലഡു കൊണ്ടുവന്ന ബിന്ദു മനോജ്. അവരൊക്കെ ആ ബിന്ദുവിന്റെ വീട്ടിലേക്ക് താൻ വിളിച്ചു പറഞ്ഞോ? ഞാനെന്തിനു വിളിച്ചു പറയണം? താൻ വിളിച്ചു പറഞ്ഞെന്നാണല്ലോ അവര് പറഞ്ഞേ. ഇതാണ് മാഡത്തിന്റെ കുഴപ്പം. ഒരു 4-5 കൊല്ലമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യണ എന്നെ വിശ്വാസമല്ല. ഇപ്പൊ ഫോണിൽ ആരോ വിളിച്ചു പറഞ്ഞാൽ അവരെയാണ് വിശ്വാസം. മന്മത, ഇവിടെ തനിക്കിത് എന്തിന്റെ കേട? താൻ എന്തിനാ വിളിച്ചു പറഞ്ഞേന്ന്? അതെ മാഡം, ഇവിടെ നമ്മുടെ നോട്ടീസ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. 10-30 ദിവസം അതിനകത്ത് കിടക്കും. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്താണ് തെറ്റു? അത് നിയമം. താൻ കാണിച്ചത് തോന്നിയവാസം. അപ്പൊ നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കണത് നിയമം, ഞാൻ വിളിച്ചു പറയണത് തോന്നിയവാസം. കൊള്ളാം മാഡം, കൊള്ളാം. ഇവിടെ താനെന്റെ വായിന്ന് നല്ലത് കേൾക്കും. കഴിഞ്ഞ ആഴ്ച ആ നിമിഷ പ്രമോദ് ഇവിടെ വന്ന് കല്യാണം രജിസ്റ്റർ ചെയ്ത് പോയില്ല. അപ്പൊ തന്നെ ആ കൊച്ചിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അവരുടെ വായിരിക്കണത് ഞാൻ തന്നെ കേട്ടെ. അന്ന് ഞാൻ തന്നെ വാൺ ചെയ്തതല്ലേ. ഇനി മേലെ എങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാണോ എന്നോട്? പറഞ്ഞു മാഡം. പക്ഷെ പുതിയ പിള്ളേരിങ്ങനെ പഴുതെറ്റി പോണുണ്ടല്ലോ, അത് എന്നെ പോലുള്ളൊന്നും സഹിക്കൂല. തന്റെ ആരുമല്ലല്ലോ പോയത്. അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. തനിക്ക് എന്തിനാടാ ആവശ്യമില്ലാതെ എന്നെ ചീത്ത കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണോ? സ്വന്തം കുടുംബത്തിൽ നിന്ന് പോകുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. മാഡത്തിനൊന്നും അത് പറഞ്ഞ മനസ്സിലാവൂല. സ്വന്തം കുടുംബത്തിന് കുടുംബ ബന്ധങ്ങൾക്കുള്ള വിലയൊന്നും മാഡത്തിനെ പോലുള്ളവർക്ക് അറിയില്ല. ശബ്ദം വെളിയിൽ കേൾക്കരുത്. എനിക്കൊരു ഹാഫ് ഡേ ലീവ് തരുമോ മാഡം? എത്ര സമയമായി ഉണ്ണിയെ? വെള്ളം എന്തേലും കുടിക്കണോ? വെള്ളം കുടിക്കണോ? മറ്റേ വെള്ളമല്ല, പച്ചവെള്ളം എന്തേലും വേണോ കുടിക്കാൻ? വേണ്ടേ? തുണി കഴിഞ്ഞല്ലോ. അല്ല, ഈ റേഷ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ എന്ന് പറയും. അതെ, ആധാരം എഴുതി എന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് വായിക്കാതെ. ഇപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെയാണോ എഴുതിക്കണെന്ന് അറിയണ്ടേ? ഉറപ്പുവരുത്ത ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2020 ആണ്ട് ആഗസ്റ്റ് മാസം 21 തീയതി ചവറ വില്ലേജിൽ പത്മന കോലോത്തുമുറിയിൽ പയനം തറവാട്ട് തൊടി വീട്ടിൽ ഉണ്ണി തന്റെ ഭാര്യ 30 വയസ്സുള്ള ലളിതാകുമാരിക്ക് എഴുതി കൊടുക്കുന്ന ധനനിശ്ചയാധാരം എന്റെ ഭാര്യയുമായുള്ള കടപ്പാടും കടമയും. അതെ, ഇനിയിപ്പോൾ അത് വായിക്കണമെന്നില്ല ചേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് അതിന്റെ രജിസ്റ്റർ നടത്താണ് വേണ്ടത്. എന്നാ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് മതി, അത് മതി. അല്ല, ഒരു പ്രശ്നമുണ്ട്. ഈ 3ാമത്തെ നിലയിലാണ് രജിസ്റ്റർ ഓഫീസ് ഉള്ളത്. നമുക്കിവിടെ ലിഫ്റ്റില്ല, സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാൻ. ഇപ്പൊ ഉണ്ണിക്ക് ഈ അവസ്ഥയിൽ അങ്ങോട്ട് കയറി വരാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചോദിച്ചു, ചേട്ടൻ പോയിട്ട് രജിസ്ട്രാറുടെ അടുത്ത് ഒന്ന് സംസാരിക്കുക. ഇങ്ങനെ സുഖമില്ലാത്ത ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ രജിസ്റ്റർ നടത്തി കൊടുക്കണം എന്ന് പറയൂ. അല്ല, അപ്പൊ അത് പോയി ഒപ്പിടാണ്ട്
ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കാം. ആളങ്ങനെ വഴങ്ങുന്ന ആളല്ല, ഒന്ന് സംസാരിച്ചോക്കട്ടെ ഞാൻ. ഒന്ന് സംസാരിച്ചിട്ട് വരാം. അതേ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോണ്ട, ഇവിടെ ഇരുന്നാ മതി. മൂപ്പര് പോയിട്ട് സംസാരിക്കട്ടെ. അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുന്നാണ് ഉപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലേ? എന്താ സാറേ കരയണേ? കണ്ണി പൊടി വീണതാ. മാഡം എന്തേലും പറഞ്ഞോ? പൊടി പൊടി. അല്ല ഞാൻ വായിച്ച് കേൾപ്പിച്ചേ ഒക്കെ ഓക്കെ. റഷീദ് മാഡം ഇവരുടെ ആധാരം. എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയോ? ഓഹോ. അപ്പൊ ആളോട് വരാൻ പറയും. ആ മാഡം ചെറിയൊരു കുഴപ്പമുണ്ട്. താനല്ലേ പറഞ്ഞ എല്ലാം കറക്റ്റ് ആണ്? അല്ല മാഡം, ഞാൻ പേപ്പറെല്ലാം നല്ല നോക്കി കറക്റ്റാണ് എല്ലാം ഒത്ത് നോക്കി. അതല്ല, ഈ പറഞ്ഞ ആൾക്ക് ഒപ്പിടാൻ വരാൻ പറ്റില്ല. വരാൻ പറ്റില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണ്ട. അല്ല ആള് വന്നിട്ടുണ്ട്. ഇപ്പൊ താനല്ലേ പറഞ്ഞ വരാൻ പറ്റില്ലാന്ന്? അല്ല താഴെ വന്നിട്ടുണ്ട്. ഈ 3 നില സ്റ്റെപ്പ് ചവിട്ടി കയറി ഇവിടെ വന്ന് ഒപ്പിടാൻ പറ്റില്ല. അപ്പൊ ഈ ഓഫീസ് എടുത്ത് താഴെ വെക്കണം. മാഡം അയാളൊരു രോഗിയാണ്, അവശനാണ്, സ്റ്റെപ്പ് കയറി വരാൻ പറ്റാത്തോണ്ടാണ്. മാഡം ഒന്ന് താഴത്ത് വന്ന് ഒപ്പിട്ട. ഞാൻ ഈ രജിസ്റ്റർ എടുത്തോണ്ട് താഴെ വരണം, എന്നിട്ട് ഒപ്പിടിക്കണം. അതെ മാഡം. ആധാരം എഴുതാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. നടക്കില്ല സുഗത. അല്ല ഈ ഒരു അവസ്ഥയില് നടക്കില്ല. പതുക്കെ അത് കയറ്. പതുക്കെ കയറിക്കോളൂ. കയറാലോ. ഇതേപോലത്തെ 2 സ്റ്റെപ്പും കൂടി ഉണ്ട്.